നമസ്കാരം. ഇന്ന് ലോകമെമ്പാടും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്, അഥവാ AI. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മോടൊപ്പമുള്ളത് അനുരാജ് സാറാണ്. സർ, വെൽക്കം. താങ്ക് യു. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന രീതിയിലോട്ട് കൊണ്ടുവരിക എന്നതാണ് AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മിഷനെ എങ്ങനെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ സാധിപ്പിക്കുമെന്നത് വലിയൊരു ചോദ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ 2010 മുതലൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ചൊന്ന് ഫെമിലിയറായി വരുന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഓരോ തവണയും ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു ജീവിയാണ്. ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു മേഖല വളർത്തിയെടുക്കണമെന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശാസ്ത്രലോകത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നു. കറൻ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏകദേശം വളർച്ച മുറ്റി തുടങ്ങിയ ഒരു പരുവത്തിലാണ് ഇന്നുള്ളത്. ഓക്കെ, സോ എനിഹൗ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു മേഖല എല്ലാ മേഖലയിലും ഇന്ന് ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. ഒരു മിഷനെ ഇൻ്റലിജൻ്റായി പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നതാണ് AI. ആസ് എ എക്സാമ്പിൾ, ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ, ശരിയല്ലേ? ഈവൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ 20,000-30,000 രൂപയ്ക്കൊക്കെ മേടിക്കാൻ കഴിയുന്ന ഒരു വാക്യൂം ക്ലീനർ മേടിച്ച് നമ്മൾ ജസ്റ്റ് ഒരു റൂമിലൊന്ന് ഓൺ ചെയ്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഹെൽപ്പ് പോലും ഇല്ലാണ്ട് എന്ത് ചെയ്യും, അത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇൻ ബിറ്റ്വീൻ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് ഫുള്ളി ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യും, അത് പോയി നേരെ അതിൻ്റെ സ്റ്റാൻഡ് ഏതാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. സോ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കബിൾ ആവുന്നുണ്ട്. ഞാനീ പറയുന്നത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ട് ഒരു മെഷീന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ക്രിയേറ്റീവ് ആണോ? നമ്മുടെ ഈ എന്തിനൻ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പം അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ക്രിയേറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസിന് സാധ്യതയില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൾട്ടിമേറ്റ്ലി ക്രിയേറ്റീവ് തന്നെയാണ്. പക്ഷേങ്കിൽ അതെങ്ങനെയാണ് ക്രിയേറ്റീവ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറൻ്റ്ലി ഇന്ന് പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്ത് കാര്യമെടുത്താലും അത് പ്രവർത്തിക്കുന്ന ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് ഒരു വിത്തൗട്ട് ഡേറ്റാബേസ് ഒരു കമ്പ്യൂട്ടർ ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു ഡേറ്റാബേസിനപ്പുറം നാളെ ഒരു മെഷീൻ ചിന്തിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പം എന്തിനിൽ പറയുന്ന കൺസെപ്റ്റ് അതാണ്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനും AI-യും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്. അത് ഒരു പ്രോഗ്രാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഈവൻ ആ ഒരു സിനിമയിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഒരു പെൺകുട്ടി ആ വീടിന് ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവന് കൊടുത്തിരിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കുക എന്നതാണ്, ശരിയല്ലേ? അപ്പോൾ ആ കുട്ടിയെ പബ്ലിക്കിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്, ഡ്രസ്സില്ലാണ്ട് കുട്ടി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പബ്ലിക്കിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടിക്ക് മാനഹാനി ഉണ്ടാകുമെന്ന് മെഷീന് ചിന്തിക്കാൻ കഴിയില്ല. മനസ്സിലായി? അപ്പോൾ ഇതാണ് വിവേചന ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് വേറെയാണ്, വിവേചന ബുദ്ധി വേറെയാണ്. അപ്പോൾ ഒരു മെഷീൻ ഫുള്ളി ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈവൻ മനുഷ്യൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു മെഷീനായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും, ശരിയല്ലേ? അപ്പോൾ ഒരു ഫുള്ളി ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണത്. കാര്യം അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും, മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അവൻ തന്നെ സ്വന്തമായി ഒരു ലോകമൊക്കെ നാളെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ. അത് മേ ബി ഈ മെഷീൻ മനുഷ്യനെതിരേക്ക് വരും. പക്ഷെ അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. കാര്യം വേറൊന്നല്ല, ഇന്ന് നമുക്ക് പ്രവർത്തിക്കുന്ന എല്ലാ AI റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസോ അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ എന്തൊക്കെ തന്നെ ആയാലും ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാബേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം എന്തായാലും ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി എന്തൊക്കെ തരത്തിലുള്ള ജോലി സാധ്യതകളാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്? AI എന്ന് പറയുന്നത് അടുത്തൊരു 25 വർഷത്തേക്ക് ലോകത്തിൽ മാറ്റിവെക്കപ്പെടാൻ പോസിബിൾ അല്ലാത്ത ഒരു ശാസ്ത്രശാഖയായി വളരെ വേഗത്തിൽ വളരും. ഇപ്പോൾ AI എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 30 മുതൽ 35% വരെയൊക്കെ വളർന്നിട്ടുള്ളൂ എന്നേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം നോർമലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്നൊരു കണ്ടന്റ് റൈറ്റ് ചെയ്യാണ്, ശരിയല്ലേ? കണ്ടന്റ് റൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഗ്രാമർ ശരിയാണോ, ഇതിൻ്റെ ഒരു ഫോമാറ്റ് ശരിയാണോ എന്നൊക്കെ നോക്കാൻ ChatGPT ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ശരിയല്ലേ? എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ChatGPT എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷനാണ്, ശരിയല്ലേ?
അപ്പോൾ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നത് ഇനി നാളെ തമിഴിൽ വേണമെങ്കിൽ അത് ഈവൻ എൻ്റെ ലിപ് മൂവ്മെൻറ്റുമായി മാച്ച് ചെയ്തുകൊണ്ട് തരുന്ന ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ ശരിയല്ല, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ മെഷീൻസ് ഇത് മുതൽ ഇന്ന് എയർലൈൻ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റിംഗ് ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ഓട്ടോ പൈലറ്റിംഗ് സിസ്റ്റം വരെ കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ്. ഇന്ന് മാനുവലി ഈവൻ ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് മാത്രമാണ്. ഇനി മേ ബി നാളെ ഈ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് പോലും AI വെച്ചിട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈവൻ ഞാൻ വളരെ റീസെൻ്റ് ആയിട്ട് മേ ബി ജോബികയും കണ്ടിട്ടുണ്ടാവും, ദുബായിലൊക്കെ ബെൻലിയുടെ കാറൊക്കെ ഉണ്ട്, അതായത് ഡ്രൈവർ ഇല്ലാണ്ട് ഓടുന്ന കാറുകൾ ദുബായിൽ അവൈലബിൾ ആണ്. ഞാൻ ലാസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഞാൻ ടെസ്ലയുടെ വിത്തൗട്ട് ഡ്രൈവർ കാറിൽ ഞാൻ യാത്ര ചെയ്ത ആളാണ്, മനസ്സിലായത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖല പല തരത്തിൽ മനുഷ്യൻ്റെ ജോലിയെ ബാധിക്കും. ചിലർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ചിലർക്ക് കൂടുതലായി ജോലികൾ ലഭിക്കും, അവസരങ്ങളുടെ എണ്ണം കൂടുകയും ചില മേഖലകളിൽ കുറയുകയും ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ മാറിക്കൊണ്ടിരിക്കും. അപ്പം സാറ് പറഞ്ഞതനുസരിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത് കൂടി ഏതൊക്കെ സാധ്യതകളാണ് നമുക്ക് ജോലി ലഭിക്കാൻ ഇടയുള്ളത്? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത് കൂടെ നമുക്ക് ജോലി ലഭിക്കാനായിട്ട് സാധ്യതയുള്ള മേഖലകൾ എല്ലാ മേഖലയിലും എന്തായാലും ഉറപ്പായും ജോലിയുടെ അളവ് കൂടും. കാര്യം ഇതിനകത്ത് മേജർലി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ്. അത് കൂടാണ്ട് ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. അൽഗോരിതം എന്ന് പറയുമ്പോൾ ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവും. ആ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു മെമ്മറി ഉണ്ടാവണം. ആ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റാ ബേസ് ഉണ്ട്. സോ സെയിം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയും. നമ്മളൊരു കുഞ്ഞു കുട്ടി ഇപ്പോൾ ജനിക്കുകയാണ്, ശരിയല്ലേ. നമ്മൾ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ മലയാളം പറയുന്നത് കൊണ്ടാണ് ആ കുട്ടി മലയാളം പറയുന്നത്. ഈ കുഞ്ഞ് ജനിച്ച് പിറ്റേ ദിവസം ഇവനെ കൊണ്ടുപോയി ചൈനയിൽ എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അവൻ ചൈനീസ് ഭാഷയായിരിക്കും പറയാൻ പോകുന്നത്, ശരിയല്ലേ. സോ ആ ഒരു ഡേറ്റാ ബേസാണ് ആ ഒരു കുട്ടിക്ക് കിട്ടുന്നത്, ശരിയല്ലേ. സോ സെയിം ലൈക്കസ് AI എന്ന് പറയുന്ന ഒരു ചൈൽഡ് എന്ന് തന്നെ കാണേണ്ടി വരും. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട ഡേറ്റാ ബേസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റാ സയൻസ് എന്ന് പറയുന്നൊരു മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഹൈക്ക് ഉണ്ടാവും. ഇന്ന് ചിന്തിക്കുന്ന പോലെയല്ല. കാര്യം ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന മേഖല, അത് കൂടാണ്ട് മിഷൻ ലേണിംഗ് എന്ന് പറയുന്നൊരു മേഖല. മിഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ മിഷൻസിനെ എങ്ങനെയായിരിക്കും ഹാർഡ്വെയറിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. ഇനി സിമ്പിൾ വേറൊരു കാര്യം ഞാൻ പറയും. ഇപ്പോൾ നമ്മൾ ലുലു മാൾ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇയാൾക്ക് കുറെ പണിയില്ലേ എന്ന് ചോദിച്ചു, ശരിയല്ലേ. കാര്യം തിരുവനന്തപുരം പോലൊരു ഒരു സിറ്റിയിൽ, കൊച്ചിയിൽ ലുലു മാൾ വലിയ ലാഭത്തിലല്ല എന്നൊക്കെയാണ് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു മാൾ വന്നാൽ ഇത് വിജയിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും, ശരിയല്ല. വലിയൊരു സംശയമായിരുന്നു. പക്ഷേ ഇത്രയും കോടിക്കണക്കിന് കാശ് മുടക്കി ഇവിടെ ലുലു മാൾ കൊണ്ടുവയ്ക്കുന്നത് ലുലു ഗ്രൂപ്പിൽ എന്തായാലും ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ ഡേറ്റ പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ സംഭവം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ഏത് മേഖല എടുത്താലും, ബിസിനസ് മേഖലയോ ഇല്ലെങ്കിൽ IT മേഖലയോ അല്ലെങ്കിൽ ഏത് മേഖല എടുത്താലും ഡേറ്റ അനലിസ്റ്റിക് മേഖലയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടാവും. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. പിന്നെ ഇതിൽ റീപ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓട്ടോ പൈലറ്റിങ്ങുള്ള കാറുകൾ, പക്ഷെ അതിനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട് എന്നത് വളരെ ലിമിറ്റഡ് സാധ്യതകളാണ്. കാര്യം ഇന്നിപ്പോൾ ഒരു ഓട്ടോ പൈലറ്റിംഗ് കാറിൻ്റെ ഒരു കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം 2-3 കോടിയോളൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റുള്ള കാറുകൾ വേൾഡിലുള്ള എല്ലാ മേഖലയിലും ടാക്സി മേഖലയിലൊക്കെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇന്ത്യയിൽ 10 ലക്ഷം രൂപയ്ക്കുള്ള ടാക്സിയാണ്, 10 ലക്ഷം രൂപയ്ക്ക് താഴേക്കുള്ള ടാക്സിയാണ് കോമൺ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വലിയ രീതിയിലൊന്നും ഇതിനെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ബാധിക്കപ്പെടാൻ പോകുന്ന മേഖലകൾ ഞാൻ പറയാം. ഡിസൈനിങ് മേഖല ഓൾറെഡി ബാധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ളി ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല. കാര്യം ഇന്ന് നമ്മൾ ക്രിയേറ്റീവ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഇതുപോലത്തെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നിട്ടുണ്ട്. ദെൻ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇന്ന് AI മയമായിട്ടാണ് നിൽക്കുന്നത്, ശരിയല്ല. കാര്യം പക്ഷേ ഇതിനകത്തുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് പോലെയുള്ള മേഖലകളിൽ വരുന്ന ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ ജോലി സാധ്യത കുറയുന്നതിനനുസരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിങ്, അതുകൂടാണ്ട് ഡേറ്റ പിന്നെ സയൻസുമായി ബന്ധപ്പെട്ട മേഖലകൾ, മിഷൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാകും. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫിസിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് മാറുന്ന സമയത്ത്, ഫിസിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഇൻവോൾവ് ആവുന്ന സമയത്ത്, ഇപ്പോൾ സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാറിൽ വരുന്ന ADAS
ടു ലെവൽ ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സ് അല്ലേ. സോ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ലൈൻ കൺട്രോൾ ഇട്ട് പോവാണ്, ലൈനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാർ ഓട്ടോമാറ്റിക്കലി ലൈനിലോട്ട് നമ്മളെ വണ്ടിയെ കൊണ്ടുവരും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യണം, ഹാർഡ്വെയറുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഫിസിക്കലിയുള്ള സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു മാനുഫാക്ചറിങ് മേഖലകളിൽ എന്താവും, ഗ്രോത്ത് ഉണ്ടാവും. സോ വലിയ തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും, ചെറിയ തരത്തിലുള്ള ജോലി ഇടിവും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വലിയ തരത്തിൽ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കുറച്ചുകൂടെ സ്മൂത്താക്കും, മനുഷ്യൻ്റെ ജീവിതം സ്മൂത്താക്കും. പക്ഷേ മനുഷ്യനെ മണ്ടന്മാരാക്കും എന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു തലമുറയെ 100% ജനിപ്പിക്കാനാണ് പോകുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. സാർ, അപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ചിന്തിക്കാൻ കഴിയാത്തൊരു തലമുറ ഉണ്ടാകുമെന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ജോബിക, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടൻറ് റൈറ്റ് ചെയ്യാണ്, ശരിയല്ലേ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടൻറ് റൈറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നന്നായി നമ്മൾ പഠിക്കുന്നു, ശരിയല്ലേ. നന്നായി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കണ്ടൻറ് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നത്. ഈവൻ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. സോ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതിന് വേണ്ടി ഒരു 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എനിക്ക് ഇതാണ് സംഭവം എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിപ്ലൈ തരുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടെ ഉണ്ട്, ശരിയല്ലേ. സോ എത്ര പേരായിരിക്കും, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഇനി വരുന്ന ജനറേഷനിൽ ഈ ഒരു കഷ്ടം തുടർന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള എത്ര പേര് പ്രോപ്പർലി ബ്രെയിൻ യൂസ് ചെയ്ത് ചിന്തിക്കുന്നുണ്ടാവും. അവൻ്റെ ബ്രെയിനിനെ, അവൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ഈ അൽഗോരിതം എഴുതിയ ബുദ്ധികളായിരിക്കും, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ChatGPTക്ക് അടിമയായി പോകുന്നവൻ്റെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ChatGPT ആണ്. അവൻ്റെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത് അവനല്ല കൺട്രോൾ ചെയ്യുന്നത്, ശരിയല്ലേ. സോ ഇതാണ് പ്രശ്നം. അതായത് ഇതിൽ വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ജീനിയേഴ്സുകളും ഒരു ബുദ്ധിയില്ലാത്തൊരു സമൂഹവും ഇതിൽ നിന്നുണ്ടാകുമെന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. അതായത് ഇത് ഉണ്ടാക്കുന്നവർ എന്ത് ചെയ്യും, അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യന് വേണ്ട പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അവൻ ഇത് എന്ത് ചെയ്യും, മനുഷ്യൻ ഇത് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ആയി എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ പുറത്ത് ഇതിന് അടിമയായി പോകുമ്പോൾ ഒരു ചിന്തിക്കാത്തൊരു തലമുറ ഇവിടെ ഉണ്ടാകും. അത് മേ ബി ഈ പ്രശ്നം മനുഷ്യൻ്റെ അസിസ്റ്റൻസിനെ തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അല്ലാണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മിഷ്യൻസ് ഒന്നും മനുഷ്യനെ കൊല്ലുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് മനുഷ്യൻ്റെ അസിസ്റ്റൻസിനെ ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ഇതിന് തന്നെ ഒരു മോശവശവും ഒരു നല്ല വശവുമുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ നല്ല വശവും മോശവശവും മനസ്സിലാക്കിക്കൊണ്ട് മികച്ച കോഴ്സുകൾ ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.